ഈ അറ്റിഞ്ഞം പൂ കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ കായ വരും. ഈ കായ നമ്മൾ എങ്ങനെ മുളിച്ചെടുക്കണം അത് നമ്മൾ നോക്കാം. ഇത് മുളിപ്പിക്കാൻ നല്ല എളുപ്പമാണ് ശരിക്ക്. കണ്ട, പൂ കഴിഞ്ഞു പോയി, അപ്പോൾ എല്ലാ കായായി. അപ്പോൾ ഇത് നമ്മൾ മുളിപ്പിച്ചത് കുറേ ആയി ഇരിക്കണം. ഇതാണിത്. അങ്ങനെ മുത്തതായി പോകുമ്പോൾ ഇങ്ങനെ തുറക്കും. ഇത് തുറക്കുമ്പോൾ നമ്മൾ നോക്കി ഞങ്ങൾ കാട്ട് വന്നത് കാട്ട് കൊണ്ടുപോകും ഒക്കെ. അതിനെ നമ്മൾ റബ്ബർ പെന്നോ നിങ്ങൾ കിറ്റി വച്ചത് നമ്മൾ ഇങ്ങനെ നത്തണം. നോക്കേ, ഇത് നമ്മൾ കൂറു നോക്കേ, കൂറു ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് ഇതുകൊണ്ട് ഈ കവർ കൊണ്ട് നമ്മൾ നാട്ടാൻ പറ്റും എളുപ്പം, കുഴപ്പമില്ല. ഇത് നമ്മൾ മണ്ണൽ ഇരിപ്പിക്കാം, പിന്നെ മുളിപ്പിച്ചത് എടുക്കാം. ഇങ്ങനെ നമ്മൾ പാത്രത്തിൽ മണ്ണ വച്ചത് അതിൽ വെറുതെ ഇരിപ്പിച്ചാൽ മതി. ഇരിപ്പിച്ചത് ഇങ്ങനെ വെറുതെ ഇരിപ്പിക്കാം. കണ്ട, ഇങ്ങനെ വെറുതെ ഇരിപ്പിച്ചത് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ടാം. മണ്ണ കൂടെ കവറാക്കി വയ്ക്കാം. ഇങ്ങനെ അതിൻ്റെ മുകളിൽ മണ്ണ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഇതിങ്ങനെ വച്ചാൽ ഇങ്ങനെ വയ്ക്കണം. കവറാക്കി വയ്ക്കാം, നല്ലോണം കവറാക്കി വയ്ക്കാം. ഇങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം തെളിച്ചത് സൺലൈറ്റിൽ വയ്ക്കണം. സൺലൈറ്റിൽ ഞങ്ങൾ ചീഞ്ഞു പോകും. സൺലൈറ്റിൽ വയ്ക്കണം. വെള്ളം കുറേ അടിച്ചാൽ ചെയ്തേ പോകും. കണ്ട, മൂന്നാമത്തെ ദിവസമുള്ളൂ എത്ര മുളിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇവിടെ 2 എണ്ണം നല്ലോണം മുളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുറച്ച് വലുതാകുമ്പോൾ നമ്മൾ ഇതിനെ എടുത്തത് ചട്ടിയിൽ നട്ടാം. അപ്പോൾ വലുതായി ക്രോ ആവും. ഇതിനകത്ത് ക്രോ ആവില്ല. മുളിച്ച് കുറച്ച് ഇതിനേക്കാൾ കുറച്ച് വലുതാക്കി പിന്നെ ഇത് നമ്മൾ വേറെ ചട്ടിയിൽ നട്ടാം. കണ്ട, 4ാമത്തെ ദിവസമുള്ളൂ. ഇത് 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസത്തിൽ എത്രയായി. ഇത് നല്ല എളുപ്പം. ഇത് മുളിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ്. കുറച്ച് ദിവസം കൂടി ഞാൻ ഇവിടെ മോടി വയ്ക്കാം. ഇവിടെ തന്നെ വയ്ക്കാം. അപ്പോൾ കുറച്ച് വലുതാകുമ്പോഴുള്ള ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഇങ്ങനെ കുറച്ച് മണ്ണ് കൂടി വച്ചു. അപ്പോൾ കുറച്ച് വലുതായത് ക്രോ ആവും. അപ്പോൾ പിന്നെ ഇത് നമ്മൾ വേറെ പാത്രത്തിൽ ഒരെണ്ണം റീപ്ലാന്റ് ചെയ്ത് ഇരിക്കാം. അപ്പോൾ ഇതാണ് നല്ല എളുപ്പമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും മനസ്സിലായത് ചെയ്യാം.